ഗൈസ്, ഗുഡ് മോർണിംഗ്. നമുക്ക് എല്ലാം എഴുന്നേറ്റ് വരുന്ന പോലെ കേട്ടോ. ഞാൻ തൊട്ട് ഓൾറെഡി എഴുന്നേറ്റിട്ടുണ്ട്. ഒരു സൺഡേ വ്ലോഗ് കണ്ടാൽ നമുക്ക് എങ്ങനെയാവുന്നൊന്നും അറിയില്ല. ഉള്ളതുപോലെ നമുക്ക് പോകാം. അപ്പം ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു കോള് വന്ന് അവിടെ കട്ടായി. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇതാണ് ഗൈസ്. ഫ്ലൈറ്റ് മോഡെങ്ങാനും ഓണാക്കി വെച്ചിട്ട് ഇനി എടുക്കേണ്ടി വരും. അപ്പോൾ സൺഡേ വ്ലോഗ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. യാതൊട്ടനെ അവിടെ ഉണ്ടാവും. എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, കടിച്ചു പറിക്കുകയോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എനിക്കിതാ നല്ല ഉറക്കമാണ്. താഴെയാണ്. ഇവിടെ യാതൊട്ടന് കിടക്കാൻ കുറച്ച് സ്പേസ് കൂടുതൽ വേണം. ഇത്രയും വലിയ ബെഡാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യാതൊട്ടന് കിടക്കാൻ ഇച്ചിരി സ്പേസ് വേണം ഗൈസ്. അതുകൊണ്ട് തന്നെ ഉറക്കം വരുന്നതല്ല, ഉറക്കം കഴിഞ്ഞേണ്ടി വരുത്. അപ്പം അതുകൊണ്ട് പിള്ളേർ താഴെ വലിയ കട്ടിയുള്ള ഷീറ്റൊക്കെ വിരിച്ചിട്ട് അവിടെയാണ് കിടക്കാറ്. ലെറ്റ്സ് ഗോ ഗൈസ്. നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നീർദോശ കേട്ടോ. അരച്ചിട്ടില്ല, അരക്കട്ടെ. അപ്പോൾ രാവിലെ നീർദോശയും കടലക്കറിയുമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കുഞ്ഞാറ്റയ്ക്ക് കടലക്കറി വേണ്ടാണ്, അവൾക്ക് തേങ്ങ അരച്ച ചമ്മന്തി വേണം. ആക്കി കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. യാതൊരു പഴം വേവിച്ച് വെച്ചിട്ടുണ്ട്. ഫ്രഷപ്പൊക്കെ നേരത്തെ കഴിഞ്ഞു കേട്ടോ എല്ലാവരെയും. ഇതൊന്ന് അരച്ചെടുക്കട്ടെ ഗൈസ്. പിന്നെ പലരും പല രീതിയിലാണ് രാവിലെ അരച്ചിടുന്ന ദോശ ചെയ്യുന്നത് കേട്ടോ. ഞാനിതിൽ ഒന്നും ചേർക്കാറില്ല ഗൈസ്. ജീരകമോ ചോറോ അങ്ങനെ ഒരു സാധനവും ചേർക്കാറില്ല. പക്ഷെ നല്ല ദോശ കിട്ടും. അരച്ച് ചുട്ടിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ഒന്നും പച്ചരിയും കുറച്ച് വെള്ളവും ഉപ്പ് ഇട്ട് അരച്ചെടുക്കും. അപ്പോൾ ഒന്നുമില്ല ഗൈസ്. എന്നാലും ഒരു കുഴപ്പമില്ല ദോശയ്ക്ക്. പിന്നെ ഒരു കുറച്ച് പയ്യാരത്തിന് വേണമെങ്കിൽ നമുക്ക് ജീരകം ചോറൊക്കെ ഇടാം. ഞാനൊന്നും ചേർക്കാറില്ല. അരച്ചിട്ട് വേഗം വരും. ഹേ ഗൈസ്, അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വെള്ളം പോലെ വേണം, അധികം തിക്നെസ് ഒന്നും ഇല്ലാണ്ട് നല്ല ഇങ്ങനെ വെള്ളം പോലെ വേണം. അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. കടലക്കറി ഉള്ളതാ. കടല വെള്ളത്തിലിട്ട് ഇന്നലെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. 8 മണിക്കൂറൊന്നുമല്ല, അതിൽ കൂടുതലായിട്ടുണ്ടാവും. അപ്പം ദോശേൻ്റെ മാവ് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. ഈ കടലക്കറീൻ്റെ ഒരു കുഞ്ഞ് റെസിപ്പി പറഞ്ഞു തരാം. കുഞ്ഞ് റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഗൈസ്. ഞാൻ ചിക്കൻ കറി വെക്കുന്ന പോലെ തന്നെ കടലക്കറി വെക്കുക. അതുകൊണ്ട് എല്ലാവർക്കും നല്ല പോളിങ് ആയിരിക്കും. പിന്നെ ചോറിനും അത് തന്നെയാണ് കേട്ടോ. അന്നേരം ചിലവർ അയ്യേന്നാക്കും. സത്യം പറഞ്ഞാൽ ഞാൻ ശീലിച്ചു വന്നത് അതാട്ടോ. ശീലിച്ചു വന്നതെന്നല്ല, ഞാൻ കടലക്കറി ഉണ്ടെങ്കിലും ഞാൻ ചോറ് തിന്നും. പിന്നെ മക്കളും അങ്ങനെ തന്നെ ഞാൻ ശീലിപ്പിച്ചെടുത്തു. ഹസ്ബൻഡിനായാലും ഒരു കടലക്കറി ആയിട്ടും അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഒരു മുട്ട ഓംപ്ലേറ്റോ എന്തെങ്കിലും അടിച്ചു കൊടുത്താൽ അവരത് കഴിക്കും കേട്ടോ. അപ്പോൾ 2 മീഡിയം സൈസ് ഉള്ളി, അതുപോലെ എനിക്ക് തക്കാളീൻ്റെ പുളി ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ഇതെൻ്റെ റെസിപ്പിയാണ്, ഞാൻ മാത്രം ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ട്രൈ ചെയ്ത് നോക്കുക. ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഗൈസ് നല്ല ടേസ്റ്റാണ്, എനിക്കിഷ്ടമാണ്. അപ്പം ട്രൈ ചെയ്ത് നോക്കൂ. 3 തക്കാളി എടുക്കും ഞാൻ. കുഞ്ഞ് ഇതുണ്ടോ, ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു കുഞ്ഞ് തക്കാളി 3 എടുക്കും. എനിക്ക് ആ തക്കാളീൻ്റെ പുളിപ്പ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പൊട്ടറ്റോ എടുക്കും ഞാൻ. പൊട്ടറ്റോ എടുക്കും. അതിൻ്റെ കൊഴുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഈ കറിയിലിട്ട പൊട്ടറ്റോ, എല്ലാ കറിയിലും ഞാൻ പൊട്ടറ്റോ ഇടും. അതെന്താ ചോദിച്ചാൽ പൊട്ടറ്റോ, കറിയിലിടുന്ന പൊട്ടറ്റോ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം സാമ്പാർ വെച്ചാലും അതിൽ വേറെ ഒന്നും കഴിക്കാൻ ഇഷ്ടമല്ലെങ്കിലും എല്ലാം കഴിക്കും. എന്നാലും എനിക്ക് പൊട്ടറ്റോയോട് ഭയങ്കര ഉരുളക്കിഴങ്ങ് പൊട്ടറ്റോ റിച്ച് ലുക്ക് പിടിച്ചതാ ഗൈസ്. അതിൻ്റെ ആവശ്യമില്ല. ഉരുളക്കിഴങ്ങ് 2 പച്ചമുളക് കത്തിയും കൊണ്ട് ചെത്തിക്കളഞ്ഞാൽ 3/4 ഭാഗവും അതിൻ്റെ കൂടത്തെ പോകും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പീൽ ചെയ്യുന്ന സാധനം എല്ലാവരുടെ വീട്ടിലുണ്ട്. എന്നാലും ഞാൻ പുതിയ യൂട്യൂബർ അല്ലേ, അപ്പം തുടക്കത്തിൽ ഇങ്ങനെയൊക്കെയാണ് ഗൈസ് എല്ലാവരും. ഇതിൻ്റെ തൊലി ഇങ്ങനെ പീൽ ചെയ്ത് അങ്ങോട്ട് കളയാം. എളുപ്പ പരിപാടിയാണ് ഗൈസ് ഇത് പീൽ ചെയ്യുന്നത്. യൂസ് ചെയ്തവർക്കെല്ലാം ഉണ്ട് നല്ല വശം.
എൻ്റെ അമ്മ വന്നു കഴിഞ്ഞാൽ ഇത് പീൽ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഉണ്ടാക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അത് മേടിച്ചിട്ട് കത്തീനെ കൊണ്ട് ഇങ്ങനെ ഇരുന്ന് അതിലും നല്ലത് എത്രയോ ഭേദം കേട്ടോ ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ സെർ 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 കളയുന്നത് അല്ലേ. കളഞ്ഞ് കുറെ നാളായി തോന്നില്ല ഒരു ഡേ ഇൻ മൈ ലൈഫ് എല്ലാം. ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ല കേട്ടോ, ഇത് സൺഡേ വ്ളോഗ് എന്ന് വേണമെങ്കിൽ പറയാം. റേഷനരിയാണ് വെക്കുന്നത്, അതുകൊണ്ട് തന്നെ പിന്നെ ലേറ്റ് ആയിട്ടേ വെക്കണ്ട. അത് 2 തള തിളച്ചാൽ മതി, വേഗം വേകുന്ന അരിയ ഗൈസ്. അപ്പം ഉരുളക്കിഴങ്ങ് നമുക്ക് ഇതിലേക്ക് ഇട്ട് വെക്കാം. എല്ലാവരും ആദ്യം കടല വേവിക്കുമായിരിക്കും, ഞാൻ അങ്ങനെയല്ല ഗൈസ്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതെന്റെ റെസിപ്പിയാണ്. ഇതിപ്പോ ഇങ്ങനെ മുറിക്കുന്ന കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയാ മുറിക്കുന്നത്, കുറച്ച് ഇങ്ങനെ പിടിക്കും ഗൈസ്. മോഡ് ഓണാക്കി വെക്കാനൊക്കെ പറ്റൂല, അത് വേറെ കാര്യം. കോള് വന്നത് അതിനിടയ്ക്ക്. പക്ഷെ ഞാൻ ഏട്ടൻ ഇങ്ങനെ ദൂരെയുള്ളതുകൊണ്ടേ നമ്മള് പറഞ്ഞില്ല ഗൈസ്, സ്വിച്ച് ഓഫ് ആക്കാനാവൂല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും കെട്ടിയോന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും തന്നെ കെട്ടിയോ വിളിച്ചു. അതാണ് പകുതിക്ക് ഓഫ് ആയത്. അപ്പം എൻ്റെതായ കറിയാട്ടോ. ഞാൻ ഓൾറെഡി കുക്കർ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കടുകും ഉഴുന്നും ഇട്ടിട്ടുണ്ട്. ഉഴുന്ന് മസ്റ്റാണ് ഗൈസ്. ഇനി തക്കാളി ഉള്ളിയും പച്ചമുളകും ഇടുക കേട്ടോ. ചോറൊന്നും കൂടി ഉള്ളതാണ് ആക്കുന്നത്. ചെറിയ കറിയല്ലേ ചെയ്യാമോ പോയി, ചെറിയ കറിയൊന്നും വേണ്ടേ. കയ്യടക്കം കൂടുതലാണ് ഇരിക്കുന്നത്. സ്വല്പം ഉപ്പ് മിക്സ് മിക്സ് മിക്സ്. വന്നു ഗൈസ്. എന്താണ് കണ്ണ ദാദുപ്പന്നെ നിക്കറില്ല ഗൈസ്. അതുകൊണ്ട് അങ്ങനെ പിടിക്കാം, ഇങ്ങനെ സൈഡ് സേഫ്റ്റി ഭയങ്കര പേടിയാണ് ഗൈസ്. ഫ്ലെയിം കൂട്ടി വെക്കാം, കാരണം ലേറ്റ് ആയി ഗൈസ്. നേരത്തെ എണീറ്റാൽ നല്ലതാണ്, പക്ഷെ നേരത്തെ എടുക്കാൻ മടിയാണ് ഗൈസ്. എത്ര ലേറ്റ് ആയിട്ട് കിടക്കാനും എനിക്ക് പറ്റും, പക്ഷെ എങ്കിൽ ഇഷ്ടമല്ല, പറ്റും. പക്ഷേ നേരത്തെ എണീക്കാൻ കൊല്ലാൻ കൊണ്ടുവന്ന വലിയ എല്ലാം ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. പക്ഷെ യാതൊന്നും വന്നതിന് ശേഷം എല്ലാമേ താളം തെറ്റി പൊച്ചിതായി. കുക്കറിൽ വിസിലടിക്കാൻ വെക്കുന്ന സമയത്ത് വേണം എനിക്ക് ദോശ ചുടാൻ. എന്നിട്ട് അത് തിന്നിട്ട് വേണം ചോറാക്കാൻ. അയൽക്കൂട്ടത്തിന് പോണമെന്നുണ്ട്, പോയാലോ എന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഗൈസ്. കൂടുതലൊരു ലൈറ്റ് ഉണ്ടായിരുന്നു ഗൈസ്, അത് ഓഫായി പോയോ? ഓഫായി പോയി, ഓണാക്കില്ലോ. നല്ല പോലെ വെളുപ്പിച്ച വെളുത്തുള്ളി ഉള്ളിയൊക്കെ വെളുന്ന് വരുമ്പോൾ നമ്മളുടെ അളവനുസരിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ ഇതായി കഴിയുമ്പോൾ ഞാൻ മുളക് പൊടിയല്ല കേട്ടോ, വറുത്ത മല്ലി അമ്മ കൊണ്ടത്തരുന്ന വറുത്ത മല്ലി ഇട്ടും, അതുപോലെ ചിക്കൻ മസാല, ഗരം മസാല, ഇത് ഇത്രയും ഇട്ടിട്ട് കടലയും ഉരുളക്കിഴങ്ങും ഇട്ടിട്ട് തട്ടിപ്പൊത്തി വെച്ച് വിസിലടിപ്പിക്കും. 5-8 വിസിലടിപ്പിക്കും ഞാൻ, കടല നന്നായിട്ട് ഉടയുന്ന പോലെ. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് കടല എടുത്തിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ചേർക്കും. അപ്പോൾ സൂപ്പറായിരിക്കും ഗൈസ്. അങ്ങനെയാണ് കടലക്കറിയാക്കുക. അപ്പോൾ മൊത്തത്തിൽ കാണിച്ചാൽ നിങ്ങൾക്കും ബോറടിക്കും, എനിക്കും ബോറടിക്കും. അപ്പൊ ഞാൻ കുറച്ചു നേരം നമ്മുടെ ദാദൂട്ടനെ കാണിച്ചിട്ട് എന്നാലോ. നമ്മുടെ ദാദൂട്ടനെ കുറെ പേര് ചോദിക്കലുണ്ട് ഗൈസ്, ദാദൂട്ടനെ കാണാൻ വേണ്ടിയിട്ടാണ് വീഡിയോ കാണുന്നതെന്ന്. അപ്പൊ ഞാൻ ദാദൂട്ടനെ കാണിച്ചു തരാം. ദാദൂട്ടന് വിശക്കുന്നുണ്ട് ഗൈസ്, പൊള്ളറേ ഗൈസ്. ഇതാണ് അമ്മയുടെ ദാദൂട്ടൻ ഗൈസ്, അമ്മയുടെ ദാദൂട്ടൻ. അമ്മയുടെ ദാദൂട്ടൻ, അമ്മയുടെ കിളിക്കുഞ്ഞെന്ന് പറയില്ലേ, ഇതെന്റെ കിളിക്കുഞ്ഞ. കിളി എത്ര ഉമ്മ പറ്റോളം മതിയാവൂല എനിക്ക്. ചേച്ചിപ്പന്റെ കുക്കറിലാക്കുന്ന നോക്കുള്ളൂ. അമ്മയുടെ നിധിയായി, അമ്മയുടെ നിധി. കൈകൊള്ളാം. അപ്പൊ കേസ് ഞാൻ ആക്കിട്ട് വരാം കേട്ടോ. ടാറ്റ പറഞ്ഞേ, ടാറ്റ. എങ്ങനെ ടാറ്റ പറയാം?
ഹൈപ്പ് ചെയ്തല്ലേ, ഹൈപ്പ് അടിച്ചേ, ഹൈപ്പ് അടിച്ചേ, ഹൈപ്പ് അത് ഹൈപ്പ് അടിച്ചേ. ഷെയ്ക്കണ്ടല്ലേ, ഷെയ്ക്കാൻ. വെരി ഗുഡ് കേട്ടോ. തിന്നും കഴിച്ചു, ഞാൻ തിന്നുണ്ടല്ലോ, മൊത്തം തിന്നു ഞാൻ. അപ്പൊ ഞാൻ ആക്കി തരാം. ഹേ ഗൈസ്, അപ്പോൾ കറി ആയിട്ടുണ്ട്, ദോശ ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, എങ്ങനെ അരിച്ചാലും ഇങ്ങനെ കിട്ടുന്നുണ്ടോ. ഇപ്പുറം നോക്കി അപ്പുറം കാണും, അതുപോലത്തെ ദോശയാണ്. അതുപോലെ കുഞ്ഞാറ്റൊക്കെ കടലക്കറി വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വേഗം ഒരു വെള്ളച്ചമ്മന്തി അരച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. വെറുതെ സിമ്പിളായിട്ട് ആക്കിയോണ്ടാണോ എന്നറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കടലക്കറി അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. അപ്പോൾ കഴിച്ചിട്ട് വരട്ടെ കേട്ടോ. പിള്ളേരൊക്കെ കഴിച്ചു, അവിടുന്ന് കഴിച്ചു എന്നല്ല കഴിക്കുന്നുണ്ട്. ഞാനും കഴിച്ചിട്ട് വരട്ടെ. ഞാൻ അടുക്കളയിൽ നിന്നിട്ട് കഴിക്കുക, അവർ TV കാണുന്നുണ്ട് ഗൈസ്. ചായയുടെയൊക്കെ കഴിഞ്ഞ് ഞാനില്ലേ പാത്രം എല്ലാം കഴുകി വെച്ചു കേട്ടോ. ഒരു 10 മിനിറ്റ് പോയി കിടന്നു. 10 മിനിറ്റ് കിടക്കുമ്പോഴത്തേക്കും ആദൂട്ടനെണീറ്റ് പിന്നെ പാത്രം എല്ലാം മെസ്സായി കിടക്കുന്നേ. ഇങ്ങനെ കിടക്കുമ്പോൾ ഈച്ച വരും. അപ്പോൾ വേഗം കയ്യോടെ എല്ലാം പെറുക്കി തട്ടിപ്പൊത്തി കഴുകി വെച്ച്. ഇപ്പോൾ വിശക്കുന്നൊന്നുമില്ല, അതുകൊണ്ട് ആദൂട്ടനെ കുറുക്ക് കൊടുക്കണം ഗൈസ്. ഞാൻ റാഗി കുറുക്കാക്കിക്കൊണ്ടിരിക്കുക. പുറത്തിറങ്ങാനേ പറ്റുന്നില്ല. എൻ്റെ അവസ്ഥ നിങ്ങൾ കാണുന്നുണ്ടാ? നമ്മ വേർത്തിട്ട് രക്ഷയില്ല, വേർത്തിട്ട് ടൈറ്റുള്ള ഒരു ഡ്രസ്സും ഇടാനാവില്ല ഗൈസ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഫിറ്റായിട്ടുള്ള ഡ്രസ്സൊന്നും ഇടാനാവില്ല. ചൂട്. ഇച്ചിരി കൂടുതൽ റാഗി കുറുക്കാക്കി വെക്കുക കേട്ടോ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പം എടുക്കും, കുറച്ച് മാറ്റി വെക്കും. ഇപ്പത്തേക്കുള്ളത് എടുത്തിട്ട് കുറച്ച് മാറ്റി അവിടെ വെക്കും കേട്ടോ. ഇതൊരു കഷ്ടം, ഇങ്ങനെ ചൂട്. ലോകാവസാനിക്കാനായി എന്തോ. റാഗി കുറുക്ക് എന്താ ഗൈസ്, റാഗി കുറുക്ക് കട്ടാതെ ആക്കിയെടുത്താൽ സൂപ്പർ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട് ഞാൻ. ഇതിൻ്റെ കൂട്ടത്തിൽ ഇതിങ്ങനെ വെറുതെ കഴിക്കൂലെന്ന് എല്ലാവരും പറയും. ഡോക്ടേഴ്സ് എല്ലാം പറയും ഷുഗറും സോൾട്ടും ഒന്നും കൊടുക്കരുതെന്ന്. ശരി തന്നെയാണ്, കൊടുക്കാൻ പാടില്ല ഒരു വയസ്സ് വരെ. അപ്പം വെറുതെ കൊടുക്കുമ്പോൾ ഓക്കാനിക്കാൻ വരുന്നുണ്ട് നല്ലപോലെ. കാരണം ഏകദേശം ഇങ്ങനെ നാക്കിനൊക്കെ രുചിയൊക്കെ അറിഞ്ഞു വരുന്ന പ്രായമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈന്തപ്പഴത്തിൻ്റെ പേസ്റ്റ് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈന്തപ്പഴത്തിൻ്റെ പേസ്റ്റ് അനിയൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതാണ് ഇപ്പം ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഈന്തപ്പഴത്തിൻ്റെ പേസ്റ്റിലേ പിന്നെ അയൺ കണ്ടൻറ്റ് 15 എത്രയോ 1% ഉണ്ട് കേട്ടോ. അയൺ കണ്ടൻറ്റ് നല്ലപോലെ. കാരണം ഇവനെ ഞാൻ ഇതിനിടയ്ക്ക് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പം അയേണിൻ്റെ ചെറിയൊരു കുറവ് വരുന്നുണ്ട്. അപ്പോൾ അയേണിൻ്റെ മരുന്ന് തന്നിട്ടുണ്ട്, അതായത് ബുധനാഴ്ചയും ശനിയാഴ്ചയും കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഈന്തപ്പഴത്തിൻ്റെ ഇത് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇങ്ങനെ വായിച്ചപ്പോഴേ അതിൻ്റെ അകത്ത് കണ്ടതാണ് കേട്ടോ. 15.1% അയൺ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു മധുരത്തിന് മധുരവും ആവും, ടേസ്റ്റും കിട്ടും, അപ്പോൾ അയണും കിട്ടുമല്ലോ. അങ്ങനെ അതാക്കിക്കൊണ്ടിരിക്കുക. വേർത്തിട്ടില്ലേ എൻ്റെ അമ്മേ, എനിക്കറിയില്ല. എനിക്കറിയില്ല ഇപ്പം ഇങ്ങനെ ആരെങ്കിലും വേർക്കുമോന്ന്. എനിക്കറിയില്ല എന്നാ ഇങ്ങനെയാണ്. ഇപ്പം പോകുന്നിടത്തും വരുന്നിടത്തും നിങ്ങൾക്ക് ഫാന് വെക്കാനാവോ? അതാ ഒലിച്ചിറങ്ങുന്ന ഗൈസ്, അടുത്ത ചൂട് കൊണ്ട്. എന്തെന്നാ ഇങ്ങനെ വയർക്കുന്നു നമ്മോ പണ്ടാരടങ്ങ് കുറുക്ക് കൊടുക്കുമ്പോ കാണും ഗൈസ്. കുറുക്ക് കൊടുക്കുന്ന കോലാണ് ഗൈസ്. ഞാൻ കുറച്ച് കൊടുത്തു, മേത്തെല്ലാക്കുന്നോണ്ട് തോർത്തിട്ടതാ. എന്താ നിങ്ങളെ അടികൊണ്ട് തന്നെ വേഗം വേഗം മേടിച്ച് കഴിക്കുന്നുണ്ട്. കോലം നോക്കറോ എന്തിനാന്ന്? ഓനവരടി കാണുമ്പോ വായി തുറന്നു തരുക. അതുകൊണ്ട് ലേശം കുറുക്കുകയാണ് അല്ല പിടിച്ച് പറിച്ചിട്ടാക്കി വെച്ചതാ. അവിടെ പോയി കളിക്ക്, ഞാൻ അതൊന്നും കൊടുക്കട്ടെ. കഴിച്ചോളൂ. അതിന് അടി കണ്ടിട്ട് ഇപ്പൊ അത് ഓണാക്കി വെച്ചാൽ വെറുതെ നോക്കുന്നില്ല. അവിടെ താഴെ കിടന്നിട്ട് ബൂസ്റ്റ് കളിക്കുന്നുണ്ട്. അപ്പൊ നല്ല മെല്ലെ തുറന്നു തരുന്നുണ്ട്. അതിനോട് അയ്യക്കളെ അയ്യോ അതാ
അയ്യോ യാതൊരു ഉറപ്പ് കൊടുത്തായിട്ട് കുറേ പണിയുണ്ട് ഗൈസ്. ഉത്സവമാണ് വരുന്നത്. അപ്പോൾ ഉത്സവത്തിൻ്റെ കുറച്ച് പണിയൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണം. എന്താ അമ്മ പറയുന്നേ? അമ്മ അവിടെ നോക്കിയിട്ട് എന്ത് പറയുന്നേ യാതുമ്മ? ഇങ്ങനെയാണ് ഗൈസ് എൻ്റെ ഒരു ദിവസം. ഉത്സവമാണെങ്കിലും വിഷു ആണെങ്കിലും എന്തൊന്നാണെങ്കിലും ഇങ്ങനെ തന്നെ. അയ്യോ തിരക്കോട് തിരക്കാ ഗൈസ്. ഇടയ്ക്ക് കുഴപ്പമോ വരുന്നു. അത് വിളിക്കണം. അവന്റെ രണ്ട് കളിപ്പാട്ടങ്ങളാവളെ ചേച്ചിമാര്. അവന്റെ രണ്ട് കളിപ്പാട്ടങ്ങളാണ്. മുടി പിടിച്ച് കളിക്കുന്നേ കൈസ്. വെറുതെ കേട്ടോ, അത് സീരിയസ് ആയിട്ടൊന്നല്ല, വെറുതെ ഇങ്ങനെ കാണിക്ക. അപ്പൊ അവൻ കഴിക്കുന്നുണ്ട്, കഴിക്കുന്നോണ്ട് ഇങ്ങനെ കളിക്കുക. എന്നാൽ ഞാനും അനുവാദം കൊടുത്തു. ചോട്ടുന്നതും ഇതൊക്കെയാണ് മുന്നോട്ടെ പൊട്ടിട്ടേ കൈസ്. അതുപോലെ ഞാൻ പാട്ട് വെച്ച് ഉറക്കിയിട്ടുണ്ട് കേട്ടോ. തൊട്ടിൽ കിടത്തി ഉറക്കിയിട്ടുണ്ട്. അവൻ്റെ വയറും നിറഞ്ഞു. അപ്പോൾ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവൻ നല്ലോണം ഉറങ്ങും കേട്ടോ. പിള്ളേർ കളിക്കാൻ പോയിട്ടുണ്ട്. ഫുൾ ടൈം ടി വിയും കണ്ടിരുന്നാൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കളിക്കാൻ വിട്ടിട്ടുണ്ട് ഗൈസ്. കോപ്പിറൈറ്റ് വരും എന്നുള്ള പേടി കൊണ്ട് ഞാൻ സൗണ്ട് മ്യൂട്ടാക്കിയിട്ടാണല്ലോ ഇപ്പം ഞാൻ ഓണാക്കുക കേട്ടോ. ഇനി എനിക്ക് കുറച്ച് പണിയുണ്ട്. എനിക്ക് കുറച്ച് പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് എടുത്ത്, പിള്ളേർ ഇവിടെയാണ് കിടക്കുന്നത് AC ഇടുമ്പോൾ. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതെടുത്ത് മാറ്റണം. അപ്പോൾ കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട്. ഉത്സവമല്ലേ വരുന്നത്. അടുക്കളയൊക്കെ ഓൾറെഡി ഞാൻ സെറ്റാക്കിയതാണ്. അപ്പോൾ ഇനിയിപ്പം കുറച്ച് പണിയും കൂടിയുണ്ട്. അതും കൂടി വേഗം ചെയ്യട്ടെ. അലക്കാനിടാനുണ്ട്. ഉറക്കം വരുന്നുണ്ട്. കുറച്ച് നേരം ഉറങ്ങണമെന്നുണ്ടായിരുന്നു. പറയുമ്പോൾ തന്നെ ഉറക്കം വരുന്നത്. അപ്പോൾ ഉറങ്ങാൻ പറ്റുവാണെങ്കിൽ കുറച്ച് നേരം, യാതൊരു ഉറങ്ങുന്ന സമയത്ത് കുറച്ച് നേരം ഒന്ന് ഉറങ്ങണമെന്നുണ്ട്. പണിയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം കാണാം കേട്ടോ. അടിപൊളി 1.5 മഴ പെയ്തു കേട്ടോ ഗൈസ്. ഇവിടെ ഇടിയും എന്തൊക്കെ പോയി എന്ന് വിചാരിച്ചു, പക്ഷെ എന്തോ ഭാഗത്തിനൊന്നും പോയിട്ടില്ല. അപ്പം ഞാൻ എല്ലാത്തിനെയും ബെഡേൽ കയറ്റിയിരുത്തിയത്. അവർ ക്ലേ വെച്ച് കളിക്കുന്നുണ്ട്. യാതൊട്ട ഞാൻ തുടയ്ക്കുന്നത് കണ്ടോ. ഞാൻ തുടയ്ക്കുന്നത് കണ്ടിട്ട് ഇങ്ങനെ പിടിക്കാൻ വേണ്ടി വരുവാ. കുഞ്ഞാറ്റെ ഇങ്ങെത്തിയേ. കുരുത്തം കെട്ടത് മുട്ടയിലെഴിയാൻ തുടങ്ങി ഗൈസ്. അങ്ങേ അറ്റത്ത് കിടത്തിയതാണ്, ഇങ്ങേ അറ്റത്തെത്തി. അയ്യോ. അപ്പൊ ഗൈസ് ഞാൻ പണിയെല്ലാം കഴിഞ്ഞ് കുളിച്ച് വന്നിട്ടുണ്ട് ഗൈസ്. ഇനി ചായ കുടിക്കണം. കിട്ട് കാച്ചി മഴയായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ച എൻ്റെ വീട്ടിൽ എന്തൊക്കെയോ അടിച്ചു പോയി കേട്ടോ. അയ്യോ ലൈറ്റ് ഇടാൻ മറന്നുപോയി ഗൈസ്. ഇപ്പം നല്ല കേട്ടോ ഇല്ലേ. അപ്പം ലൈറ്റ് ഇടാൻ മറന്നു പോയി. എന്തായിരുന്നു കറണ്ട് ഇടി വെട്ടിയപ്പം ഞാൻ വിചാരിച്ചു മൊത്തത്തിൽ പോയി, എന്തൊക്കെയോ പോയി എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഒന്നും പോയിട്ടില്ല കേസ്. ഞാൻ വന്നപ്പോൾ വാഷിംഗ് മെഷീൻ ഓണാക്കി നോക്കി, ഫ്രിഡ്ജ് ഓണാക്കി നോക്കി, ഇൻവെർട്ടർ ഓണാക്കി നോക്കി, പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേസ്. അപ്പം ഇനി യാതൊട്ടിനെ ഭയങ്കര ചാട്ടിയും കേസ്. എന്താണെന്നറിയില്ല, പതിവില്ലാത്ത ചാട്ടിയും. അപ്പം ഞാൻ വെളുത്തിരുന്ന് കളിക്കുന്നുണ്ടോ. വെളുത്തി കുളിക്കാൻ പോയിട്ടേ ഉള്ളൂ. ഇനി ചായ വെക്കണം. ചായ വെച്ചിട്ട് കുടിക്കട്ടെ ഗൈസ്. യാതൊട്ടൻ ഉറക്കായതുകൊണ്ട് ലൈറ്റ് ഒന്നും ഒട്ടിച്ചില്ല. മേലത്തെ ഒരു ലൈറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. യാതൊട്ട നല്ല ഉറക്കാം ഗൈസ്. ചായ വെക്കാലോ. തണുപ്പായിരിക്കും. മഴ തൂളുന്നുണ്ട് ഗൈസ്. മഴ തൂളുന്നു. ചായ വെക്കാം. ഇരുട്ടാ ഗൈസ്. ലൈറ്റുണ്ടാവില്ല. ഇന്നൊരു കൂടെ പാലുണ്ട്. പാൽ ചായ കഴിക്കണം. ഒഴിച്ചിട്ടുണ്ട്. ചായപ്പൊടി കടുപ്പത്തിൽ ചായ. അത്ര കടുപ്പം വേണ്ട. പഞ്ചസാര എനിക്ക് വേണ്ട, പിള്ളേർക്ക് വേണം. പക്ഷെ പഞ്ചസാര തീർന്നു പോയി ഗൈസ്. ചായ തിളക്കട്ടെ. അപ്പോഴത്തേക്കും മാങ്ങ വെക്കാൻ പോയി. ഞാൻ മാങ്ങ കട്ടിയിട്ടുണ്ട്. നല്ല മറ്റുണ്ട്. കഴിച്ചിട്ട് വരാം. ചായ കുടിക്കാൻ എടുത്ത് വെച്ചപ്പോഴത്തേക്കും
ആശാൻ വന്ന് ഗൈസ്, ആശാൻ വന്ന് ഗൈസ്. ആശാൻ ഈ വൃത്തിയിട്ട ലൈറ്റിന് വെട്ടമില്ല. ചൂട് ഗൈസ്, ഭയങ്കര ചൂട്. നേർത്തിട്ട് എപ്പ AC ഫാൻ ഇരിക്കാനാവുക? നനഞ്ഞിരിക്കുക. എന്തിനാമ്മ കുടിക്കുന്ന കുളിക്കുന്ന തട്ടി കുറേ. അത് നല്ല ചൂടുണ്ട് ചായ. ചൂടോടെ കുടിക്കണം കഴിച്ചു ചായ. ഇതാ നിങ്ങൾക്ക് ചായ കപ്പിൽ തന്നെ ഇട്ടിട്ട് ചായക്ക് കടി. ഇനി പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല ഗൈസ്. ഇനിയിപ്പോ വീണ്ടും ഇതന്നെ റൊട്ടേഷൻ. എന്താ, യാദുവിനേറ്റു യാദുവിന് കുറുക്ക് കൊടുക്കണം, അത് കഴിഞ്ഞ് യാദുവിനെ ഉറക്കണം, പിള്ളേർക്ക് കൊടുക്കണം, ഞാൻ കഴിക്കണം, കയറി കിടന്നുറങ്ങണം, പിന്നെ ഈ നേരം വെളുക്കുന്നു. ഇത് തന്നെ ഗൈസ്, റൊട്ടേഷൻ റൊട്ടേഷൻ റൊട്ടേഷൻ. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും എന്താ പുറത്തൊക്കെ പോകുന്നതാണെങ്കിൽ നല്ല രസമാണ്. എന്താ അതും അങ്ങോട്ട് നോക്കുന്നേ? അതിലെ കുഞ്ഞാറ്റി ഉണ്ട് അവിടെ, അതിങ്ങനെ നോക്കുക. ടപ്പോ ടപ്പോ കുട്ടിക്ക് ടപ്പോ ടപ്പോട്ട പണി, ടപ്പോ ടപ്പോട്ട പണി. ഒലിമ്പത്തെ ഒലിമ്പ മതി ചിന്നി. ഞാൻ തെച്ചു ചിന്നി. അതാരത്? കുഞ്ഞാറ്റേനെ നോക്കുന്നേ ഗൈസ്. ചൂടെടുക്കും. ഇവിടെ ഒരു ഫാൻ കിട്ടാക്കിയാലോ? സ്ലീവ്ലെസ് എല്ലാം ഇട്ട് നടക്കുന്നതായിരുന്നു നല്ലത്. പക്ഷേ ഈ നാട്ടിൽ അത് ഇട്ട് നടക്കാനാവില്ല ഗൈസ്. അയ്യോ ചൂടേ, അയ്യോ ചൂടേ. ബ്രെഡ് ഉണ്ട്, കേക്ക് ഉണ്ട്, അതിന് ജാമുണ്ട്, ന്യൂട്ടല്ല ഉണ്ട് ഗൈസ്. ഇനിയിപ്പം ഇത് കഴിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല ഗൈസ്. അപ്പം ഒരു സൺഡേ വ്ളോഗ് എന്നല്ല, എല്ലാ വ്ളോഗും ഇങ്ങനെ തന്നെയായിരിക്കും. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും വന്നാല് അല്ലെങ്കിൽ ചിക്കനോ മീനോ വാങ്ങിയാൽ അങ്ങനെ സ്പെഷ്യൽ ആയിരിക്കും. അല്ലാണ്ട് വേറൊരു സ്പെഷ്യലും ഇല്ല. ഇതന്നെ നമ്മള് 4 പേരും കൂടിയാലുള്ളൊരു ലൈഫാണ് ഇത്. ഇപ്പൊ സൺഡേ വ്ളോഗ് എന്ന് മാത്രം പറയാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതുപോലെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പറഞ്ഞേ സബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അത് നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ബെൽ ബട്ടൺ ടിങ് 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 ഞെക്കി വെക്കുക ഗൈസ്. അതുകൊണ്ട് ഇടങ്ങാറാക്കുന്നതിന് മുന്നേ ഞാൻ ചായ കുടിച്ച് തീർക്കട്ടെ കേട്ടോ. പാത്രത്തിലേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പം എല്ലാവരും നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഗൈസ്. ബൈ.